അപ്പം ഗായ്സ് നമുക്കിന്ന് ചാമ്പക്ക അരയ്ക്കാൻ പോയത്. ഒത്തിരി ചാമ്പക്ക നമ്മളെ വീട്ടുമുറ്റത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചാമ്പക്ക നമുക്ക് പറിച്ചിട്ട് ഉപ്പും മുളകാക്കി തിന്നാം. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഈ ചാമ്പക്ക കാണുമ്പോൾ കുറേ കാര്യങ്ങൾ ഓർമ്മ ഇതാ. മുറ്റത്തൊക്കെ കുറേ ചാമ്പക്ക ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ചാമ്പക്ക ഇവിടെ പറിച്ചിട്ടുണ്ട്. ഇത് നല്ല ഫ്രഷ് ചാമ്പക്കയാണ്, പുഷ്യൊന്നും ഇല്ലാതെ നല്ല ഫ്രഷ് ചാമ്പക്കയാണ്. അപ്പോൾ ഇത് ഡിസംബർ ജനുവരി മാസത്തിൽ ഉണ്ടാകുന്ന ചാമ്പക്കൊക്കെ അങ്ങനെ പുഷ്യു ഉണ്ടാവില്ല. മഴക്കാലത്ത് ഉണ്ടാകുന്ന ചാമ്പക്കൊക്കെ പുഷ്യു ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് പുഷ്യൊന്നും ഇല്ലാതെ നല്ല ചാമ്പക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഉപ്പുമുളകാക്കി തിന്നാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിടുക. ഞാൻ ഓൾറെഡി കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇടുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അതൊന്ന് മിക്സ് ആക്കുക. അതിന് ശേഷം നമ്മൾ ചാമ്പക്കയിൽ ഇതാ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിൽ കുരുവൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഉപ്പും മുളകും ആക്കി നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത് കാണുമ്പോൾ എൻ്റെ വായിൽ നിന്ന് വെള്ളം ഊറുന്നുണ്ട്. അപ്പോൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ചാമ്പക്ക എടുത്തിട്ടാണ് നമ്മൾ സ്കൂളിൽ പോവുക. അപ്പോൾ അതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. സ്കൂൾ ക്ലാസ്സിൻ്റെ പീരീഡ് ഫുൾ കഴിക്കുന്നതൊക്കെ എല്ലാം ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ ഉപ്പും മുളകെല്ലാം നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് കഴിക്കട്ടെ.